നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നേ നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാട്ടോ. നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികളെ കുറിച്ച്. നമ്മൾ പലരും പലതായിരിക്കില്ലേ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു വസ്തുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിൽ പല ചിന്തകൾ വരും. നമ്മൾ ചുമ്മാ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു പശുവിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം പശുവിൻ്റെ കാലുകളായിരിക്കും ഓർക്കുന്നത്, ചിലർ വാലായിരിക്കാം, തലയായിരിക്കാം, കൊമ്പായിരിക്കാം, അങ്ങനെ പലതായിരിക്കും പലരും ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചാട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ. അതായത് എൻ്റെ കാഴ്ചപ്പാടുകളും ശരിയാണ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ശരിയാണ് എന്ന് ചിന്തിക്കാം. എൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയല്ല, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടാണ് ശരിയാണെന്ന് വെച്ചാൽ. എന്നാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ശരിയല്ല, എൻ്റെ കാഴ്ചപ്പാടുകളാണ് ശരി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ഇല്ലേ? ഇങ്ങനെ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെ ഒത്തിരി നേരം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബസ്സിന് കൈ കാണിച്ചു, ബസ് നിർത്താതെ പോയി. അപ്പം കുറച്ച് പേരവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് KSRTC ബസ്സാണെങ്കിൽ നമ്മൾ പറയും, ഓ ബസ്സുകാർക്ക് തന്നെ അവർക്ക് ശമ്പളം കിട്ടണതാ, അവർക്ക് നിർത്തണ ആളെ കയറ്റണമെന്നൊന്നും ഇല്ല, മുതലാളിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ രക്ഷിക്കണമെന്നൊന്നും ബസ്സുകാർക്ക് ഇല്ല എന്നിങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അവർക്ക് എങ്ങനെ പോയാലും ശമ്പളം കിട്ടും, നാട് നന്നാക്കണമെന്നൊന്നും അവർക്കില്ല, നാട്ടുകാരെ സേവിക്കണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഭിപ്രായങ്ങൾ പലതും നമ്മളങ്ങ് പറയും, ഇല്ലേ? നമുക്ക് എന്താണോ അപ്പോൾ വായി തോന്നുന്നത് അതൊക്കെ നമ്മളങ്ങ് പറയും. ആ സമയത്ത് വേറെ രീതിയിൽ ചിന്തിക്കും നമ്മൾ. അവരുടെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലോ, അത് കയറാനുള്ള സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ടാണ് ബസ് നിർത്താതെ പോയത്, അല്ലെങ്കിൽ ബസ്സിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും നിർത്താണ്ട് പോയത്, എന്തെങ്കിലും പെട്ടെന്നുള്ള എന്തെങ്കിലും എമർജൻസി കേസ് വന്നിട്ടായിരിക്കും അവർ വിട്ടടിച്ച് പോയത്, വണ്ടിക്കകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥത വന്നിട്ടായിരിക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് അവരെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റും. അപ്പം സാരമില്ല, അടുത്ത ബസ് വരുമല്ലോ എന്ന് ചിന്തിക്കാം, ഇല്ലേ? അല്ലെങ്കിൽ എന്താ, നമുക്കത് കയറാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ എന്ന് പറയാം. ഇനി നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പറയണത് എന്താ? നമ്മളെക്കുറിച്ച് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും, ഓ ഏത് നേരത്താണോ ഈ സമയത്ത് ഇറങ്ങി വന്ന് നിന്നത്, ഞാൻ ഇന്നലെ പോകണമെന്ന് ഓർത്താൽ എനിക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല, ഞാൻ ഇന്നിനി എപ്പോൾ ചെല്ലാമെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്, ഇച്ചിരി നേരത്തെ ഇറങ്ങാമായിരുന്നു എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ പല അഭിപ്രായങ്ങളും നമ്മളിങ്ങനെ പറയും. പക്ഷേ ആരെ കണ്ടിട്ടാണോ ഇറങ്ങിയത്, ചുമ്മാ വഴിക്കോ പോണവരെയും കൂടെ കുറ്റപ്പെടുത്തും. ചിലർ പറയും, ഓ അയാളെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഇന്ന് ഇങ്ങനെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു, സ്ഥിരം അവരെ കണ്ടാൽ ഇങ്ങനെയാ എന്നിങ്ങനെയും പറയണവരും ഉണ്ട്. പല ബഹുജനം പലവിധം, ഇല്ലേ? അങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് നമ്മളാ പറയുന്നത്, ഇല്ലേ? ചിലർ പറയും, ചിലപ്പം നമുക്ക് പറയും ബസ് നിർത്തി കുറച്ച് പേരെ കയറ്റി എന്ന് വെച്ചു. അപ്പം നമ്മൾ പറയുന്ന വേറൊരു കാഴ്ചപ്പാടുണ്ട്, അതേൽ എങ്ങനെയെങ്കിലും കയറ്റി അങ്ങ് പോയി, അപ്പോൾ നമ്മൾ കയറിയില്ല. അപ്പോൾ പറയും, ഇടിച്ച് കയറാൻ പറ്റുന്നവർക്കൊക്കെ കയറാൻ പറ്റും, അല്ലാണ്ട് നമുക്കൊന്നും കയറാൻ പറ്റില്ല, അങ്ങനെ ഇടി കൂടിയൊക്കെ കയറാൻ നമുക്കിപ്പോൾ ആരോഗ്യമില്ല, നമുക്കതിന് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറൊരവസ്ഥയിലേക്ക് നമ്മൾ അങ്ങായി വരും. നമ്മളങ്ങോട്ട് കുറ്റപ്പെടുത്തി നമ്മളെ അങ്ങോട്ടൊന്നും ഇല്ലാതെയാക്കി അങ്ങ് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഇത് മിക്കവരുടെയും തന്നെ ജീവിതത്തിലുള്ളതല്ലേ. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറ്റിയാൽ മതി. നമുക്ക് സാധിച്ചില്ല, അടുത്ത ബസ് വരട്ടെ, എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം എന്നിങ്ങനെ ചിന്തിക്കില്ല നമ്മളപ്പോഴത്തേനും അതിൻ്റെ നെഗറ്റീവ് മുഴുവൻ കണ്ടുവച്ചു. അവസാനം ചിലർ പോസിറ്റീവായ വശം കണ്ടു, സാരില്ല അടുത്ത ബസ് തിരക്കില്ലായിരിക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാം, ഇങ്ങനെയും ചിന്തിക്കാം, ഇല്ലേ? അങ്ങനെ ആണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ. നമ്മുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുനാളിലെ അനുഭവങ്ങൾ കൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്. നമ്മളിങ്ങനെ ഈ മാതാപിതാക്കൾ ഒക്കെ പറഞ്ഞ് നമുക്ക് ഒരു കോൺഫിഡൻസ് കുറച്ച് കൊണ്ടുവരുമ്പോഴാണ് എവിടെയെങ്കിലും ചെല്ലുമ്പോഴും എന്തെങ്കിലും കാണുമ്പോഴും പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കാനും പെട്ടെന്ന് നമ്മൾ അസ്വസ്ഥരാകുകയെന്നോ ചെയ്യുന്ന കുഞ്ഞുനാളിലെ ശീലങ്ങളാണ് അതൊക്കെ. അതായത് എവിടെയെങ്കിലും വീഴും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യല്ലോ ഇത് ചെയ്യരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കെപ്പോഴും നോയുടെ ഇതിനകത്താണ് നമ്മൾ വളർന്നു വരുന്നത്. എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്കൊരു നോയുണ്ട്. അപ്പം നമ്മൾ അത് വളർന്നു വരുമ്പോഴും നമ്മുടെ ആ പേടി, ആ ചെയ്യാനുള്ള പേടി, ഇപ്പോൾ ചാടി ഒരു ബസ്സേ കയറണമെങ്കിൽ പേടിയാണ് നമുക്ക്, ചാടി വീണു പോയെങ്കിലോ എന്നർത്ഥ. ഓടിക്കൊണ്ടിരുന്നത് ചാടുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ബസ്സിന്ന് പതുക്കെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ നമുക്ക് കയറിയാൽ നമുക്ക് ബസ്സിൽ കയറി പോകാൻ പറ്റും. അത് നമ്മൾ ചെയ്യില്ല. അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ക്ഷമ, അതൊന്നും നമ്മളെ കുഞ്ഞുനാളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നിനെ അപ്പം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷമയില്ലാണ്ടാണ് നമ്മൾ വളരുന്നത്. അതും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാറും നമ്മുടെ സ്വഭാവത്തിൽ നിന്ന്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരു തൊട്ട് പുറകെ ഒരു ബസ് വന്നു, ആ ബസ് നിർത്തി, അത് നിറച്ച് സീറ്റുണ്ട്, ആദ്യം പോയ ബസ്സിൽ സീറ്റില്ലായിരുന്നു എന്ന് വെച്ചു,
ഇരിക്കാനുള്ള സീറ്റിലെ തിക്കിയ ആളാന്ന് വെച്ചു, ആ പുറകെ വന്ന ബസ്സിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിന്താഗതി എല്ലാം അങ്ങ് മാറും. അപ്പോഴത്തേ നമ്മൾ രക്ഷപ്പെട്ടു, ആ ബസ് പോയത് നന്നായി, ഇതേലും നമുക്ക് സുഖമായിട്ട് പോകാമല്ലോ എന്നിങ്ങനെ വിചാരിക്കും. ഇനി ഒരു ലാഭവും കൂടെ ഉണ്ട്. ഇനി ആ ബസ്സിൽ ടിക്കറ്റൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങളെ കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുകയാണെങ്കിലോ, അപ്പോൾ പറയും അത്തേ കയറാത്ത നന്നായിട്ട്, അപ്പോൾ എത്ര രൂപ ലാഭമുണ്ട്, 10 രൂപയാണെങ്കിലും ലാഭമുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു വല്ലാത്ത കള്ളനാണ്. അത് നമ്മളെ പലതും ചിന്തിപ്പിച്ച് ആവശ്യമില്ലാതെ, ചിലർ പറയില്ലേ എന്നെക്കുറിച്ച് ഇപ്പോൾ അതായിരിക്കും ചിന്തിക്കണം, അല്ലെ അവൾ അതായിരിക്കും ചിന്തിക്കണേന്ന് പറയും. ശരിക്കും സത്യമാണോ അത്? നമ്മൾ ചിലപ്പോൾ ആരെക്കുറിച്ചും ഒന്നും ചിന്തിക്കുന്നില്ലായിരിക്കും, എങ്കിലും നമ്മളിരുന്ന് പറയും അവരെന്നെക്കുറിച്ച് ഇങ്ങനെയാട്ടോ ചിന്തിച്ചാൽ, അവരെന്നെക്കുറിച്ച് മോശമാട്ടോ പറയണത്. നമുക്കറിയത്തില്ല, നമ്മൾ കേട്ടിട്ടില്ല, നമുക്ക് അവരുടെ ഉള്ളു വായിക്കാൻ അറിയത്തില്ല. ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിലിരിക്കണതും ഇനി പറയാൻ പോകുന്നതൊക്കെ പറയാനും ചിന്തിക്കാനും നമുക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ലോകം എന്ത് അലമ്പായിരുന്നേനെ. ഒരു മനുഷ്യനെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്ത് കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ എന്ത് ബോറായിരിക്കും. അപ്പം അതിനെല്ലാത്തിനും ഒരു മറയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം, ഇല്ലേ? അത് ശരിയല്ലേ? എല്ലാത്തിനും ഒരു മറ വെച്ചിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചേക്കണേ. അപ്പം നമ്മളെന്ത് സേഫാക്കിയാണ് നമ്മൾ സൃഷ്ടിച്ചത്. പിന്നെ നമ്മളാണ് ആവശ്യമില്ലാത്തത് പറഞ്ഞ് അവരതായിരിക്കും ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് ഇന്നതാ ചിന്തിക്കണേ, എന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത്. നല്ലത് ചിന്തിക്കുന്നത് നമ്മളാരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നെക്കുറിച്ച് അവർ നല്ലതായിരിക്കും കേട്ടോ ചിന്തിക്കുന്നതെന്ന് അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പറ്റണേ. അപ്പം നമുക്കൊരു സന്തോഷമല്ലേ ഉണ്ടാണ്. എന്നെക്കുറിച്ച് അവർ എൻ്റെ കാര്യമായിരിക്കും പറയണത്, പക്ഷേ എന്നെക്കുറിച്ച് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയാൻ. അങ്ങനെ നമ്മൾ ചിന്തിക്കില്ല. നമ്മളെക്കുറിച്ച് മോശമാണ്, അവർ പറയണത് എല്ലാം എന്നെക്കുറിച്ച് മോശമാണ് നമ്മൾ ചുമ്മാ പറയണതാണ്. നമുക്കറിയത്തില്ല അവരെന്താ ചിന്തിച്ചതെന്ന്. ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതേപോലെ ചിലർ പറയും അവർ പറഞ്ഞത് കൊണ്ടാട്ടോ ഞാൻ മെലിഞ്ഞു പോയത്, അവർ കണ്ണ് വെച്ചു കേട്ടോ, കാല് വെച്ചു. ഇങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ ചുമ്മാ അന്ധവിശ്വാസങ്ങളുടെ പേര് പറയണതാണ്. അങ്ങനെ ഒരാളുടെ അങ്ങനെയാണ് ഈ ഐശ്വര്യ റായി ഒക്കെ എന്ത് ചെയ്തേനെ, ഇങ്ങനെ കണ്ണും കാലും ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ. എന്തോരം വലിയ വലിയ ആൾക്കാർ നമുക്ക് കൊതി തോന്നുന്നതും അവരുടെ പെരുമാറ്റം, നമ്മൾ ഒരാളെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ പെരുമാറ്റം, വസ്ത്രധാരണം, സംസാരം, അവരുടെ ആക്ഷൻ, ഇല്ലേ? എല്ലാമാണ് നമുക്കൊരാളെ ഇഷ്ടപ്പെടുന്നത്. അതല്ലാണ്ട് ഈ എന്തോരം സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പെരുമാറ്റം മോശമാണെങ്കിൽ പോയില്ലേ? പെരുമാറാൻ അറിയാൻ മേലെ പോയില്ലേ? പിന്നെ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേനും ഇങ്ങനെ പോകുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് നമ്മളിങ്ങനെ പറയും, അയ്യോ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാട്ടോ, അവരുടെ രീതികളൊക്കെ നല്ലതല്ലേ എന്നിങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവരുടെ സംഭാഷണവും പോയി, അവർക്ക് പറയാനും പറ്റില്ല, അവരുടെ എല്ലാത്തിൽ നിന്നും അവർ ഒഴിവായി പോകും. അതൊക്കെ നമ്മൾ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞിപ്പിക്കണം. അങ്ങനെയുള്ളതിലൊന്നും നമ്മൾ പോയി പെടാണ്ടിരിക്കുക. ഒത്തിരി പേരുണ്ട് അങ്ങനെ പറഞ്ഞത്, അതോ പറഞ്ഞതോടുകൂടി ഞാൻ മെലിഞ്ഞു പോയി, അല്ലെങ്കിൽ എൻ്റെ മുടി കൊഴിഞ്ഞു പോയി, എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു, ആ മുടിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്ട് എല്ലാം പോയി, ഇങ്ങനെയൊക്കെ പറയണത്. അതൊക്കെ ചുമ്മാ, അതൊന്നും ഒരു അന്ധവിശ്വാസങ്ങളായിട്ട് മാത്രം കൂട്ടി അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെയാണ് ഈ നാട്ടിൽ കണ്ണ് കിട്ടാനുള്ളവരേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ്, അവൻ നന്നായിട്ട് പഠിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ അവൻ്റെ പഠിത്തം പോകണുണ്ടോ? എന്തോരം നല്ല നിലയിലെത്തുന്നുണ്ട്. അതേപോലെ എന്തോരം ചെസ്സ് കളിക്കുന്ന അങ്ങനെയൊക്കെ പിള്ളേരെ കണ്ണു വെച്ചിട്ടാണ് അവർ അങ്ങനെ നമ്മൾ പറയണ പോലെ ആവണത്. ചുമ്മാ വിട്ടിത്തരാതെ കേട്ടോ, അങ്ങനെയുള്ള അന്ധവിശ്വാസമാണ്. പക്ഷെ നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് അത് പോസിറ്റീവായിരിക്കണം, അത് വേറെ കാര്യമാണ്. പോസിറ്റീവാണ്, നെഗറ്റീവ് നമ്മുടെ ശരീരത്തേക്കൊന്നല്ല, നമുക്ക് നല്ലത് വരുത്തുള്ളൂ നമ്മുടെ ചിന്തകൾ, അല്ലാണ്ട് മറ്റൊരാൾക്കല്ല വരുത്തുന്നത്. നമ്മളിലേക്ക് എന്താ വരുന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പോസിറ്റീവ്. എൻ്റെ ഇപ്പം ഞാൻ മുടി എൻ്റെ പൊഴിഞ്ഞു പോവുക എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, എൻ്റെ തീർച്ചയായിട്ടും അത് സംഭവിക്കും. നമ്മുടെ നെഗറ്റീവുകൾ നമ്മളുടെ ഒരു ഹോർമോണുകൾ ഉണ്ടാക്കുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ഈ ചിന്തകൾ നമുക്ക് എന്തോരം അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് അറിയാമോ? സ്ട്രെസ്സ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തകളാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നല്ലത് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുക, നമ്മുടെ മനസ്സിലേക്ക് നല്ലത് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് പുറത്തേക്ക് വിടാൻ സാധിക്കും. നമ്മുടെ ചിന്ത, ഇപ്പം ഞാൻ ചുമ്മാ ചിന്തകളെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരിക്കും ചിന്തിച്ചു കൂട്ടുന്നത്, ഇല്ലേ? ചിലരങ്ങ് അമ്മായിയമ്മ ഇന്നതായിരിക്കും ചിന്തിക്കണേ പറയണത് എന്നങ്ങ് നേരത്തെ തീരുമാനിച്ചു, അല്ലെങ്കിൽ ആ മരുമകൾ ഇന്നതായിരിക്കും പറയണത് എന്നിങ്ങനെ ചിന്തിച്ചു വെച്ചേക്കും. എന്തിനാ? മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലർ പറഞ്ഞൊപ്പിക്കുന്നത്.
അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, ആ കാഴ്ചപ്പാടിൽ കൂടെ പോയിട്ടുണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ കുടുംബത്തിനും പ്രശ്നമില്ല. കാരണം ഞാനല്ല എൻ്റെ കാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഉയർച്ചയിൽ മറ്റുള്ളവരും നമ്മുടെ കൂടെയുള്ളവരും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കൂടുതൽ സന്തോഷമുണ്ട് ഇല്ലേ? അതല്ലെങ്കിലും നമ്മൾ സന്തോഷം കണ്ടെത്തും, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ നമ്മൾ സന്തോഷം കണ്ടെത്തും. അത് മറ്റുള്ളവരൊന്നും നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കണം നമ്മുടെ സന്തോഷത്തെ കളയേണ്ടോ എന്ന് ചെയ്യുന്നത്. അത് നമ്മുടെ ചിന്തകളാണ്. ഇനി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, അല്ലെ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അന്വേഷിക്കുന്നു. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ആർക്കും അതിനകത്തൊരു പരാതി പറയാനും കാണില്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കി പോവുക മുന്നോട്ട്, അതിൽ വിജയം കണ്ടെത്തുക. മറ്റുള്ളവർക്ക് പറയണതിന് വേണ്ടി ചെവി കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പറ്റില്ല കേട്ടോ, ഒരിടത്തും എത്തില്ല. അനുഭവങ്ങളുള്ളതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ ആ വഴിയിലൂടെ ഏത് വഴിയാണോ തടഞ്ഞു നിൽക്കുന്നത് ആ വഴി മാറി വേറെ. ഞാൻ കേട്ടിട്ടുണ്ട് ആലീസ് ദി വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഇതിനകത്ത് ആലീസ് മൂന്നും കൂടിയ കവലയിൽ പോയി ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. ഒരു കഥയാണേ. ആലോചിച്ച് കഴിഞ്ഞപ്പം ഒരു മുയൽക്കുഞ്ഞ് അതിൽ ഓടി വന്നു. അപ്പം മുയൽക്കുഞ്ഞിനോട് ആലീസ് ചോദിക്കുക, എനിക്ക് വഴിയറിയാൻ മേലാണ്ട് നിൽക്കുകയെന്ന് ചോദിച്ചപ്പം മുയൽ ചോദിച്ചു ഏത് വഴിയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആലീസ് പറഞ്ഞു എനിക്കറിയത്തില്ല വഴി ഏതാണെന്ന്. അപ്പം മുയൽ പറയാം പിന്നെ ഏത് വഴി പോയാൽ എന്താന്ന്. ഈ വഴി അറിയത്തില്ല, പിന്നെ അറിയത്തില്ലാത്തതാണെങ്കിൽ പിന്നെ ഏത് വഴി പോയാൽ എന്താ? അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ നമുക്ക് ഒരു തീരുമാനം എടുത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്തേക്ക് നമ്മളെന്നിട്ട് അതിനെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാണ്ട് നമ്മളിങ്ങനെ അവരങ്ങനെയായിരിക്കും അതിങ്ങനെയായിരിക്കും ചിന്തിച്ച് അവർക്ക് അങ്ങനെയായിരിക്കും. ഇപ്പം ഞാൻ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ഇനിയിപ്പോൾ ഒരു KSRTC ബസ്സിൻ്റെ കാര്യം പറഞ്ഞു വന്നെങ്കിലും അതിനെ ചിലപ്പം ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞ്, ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ്, മന്ത്രീനെ കുറ്റം പറഞ്ഞ് അതങ്ങനെ അങ്ങ് കടന്നു പോകും. അതിനകത്ത് സത്യാവസ്ഥയൊന്നും ആർക്കും അറിയത്തില്ല. എന്തുകൊണ്ട് ബസ് നിർത്താതെ പോയി അതിനെ നമുക്കറിയത്തില്ല. നമുക്ക് അടുത്ത ബസ് കയറുക, അത് മാത്രമല്ല നമ്മുടെ ചിന്തയിൽ വരേണ്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ കേസ്. നമ്മളിനി അതിനൊരു നെഗറ്റീവിനെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചാൽ മതി. അത് അങ്ങനെയായിരിക്കും സംഭവിക്കണം, അത് നല്ലതായിരിക്കും എന്ന് ചിന്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ജീവിതം സന്തോഷകരമാകും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടി നമ്മൾ കണ്ട അസുഖങ്ങളെല്ലാം പിടിച്ച് കുറേ രാവിലെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തു വയ്ക്കുമ്പം ഒരു കപ്പ് ഗുളിക കഴിക്കുന്നവരും ഒക്കെയുണ്ട്. ഭക്ഷണം കുറച്ച് ഗുളിക 1 കപ്പ്. അതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആരോഗ്യം നോക്കുക, നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുക, കേൾക്കാൻ ശ്രമിക്കുക, പറയാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ ഓരോരോ കൊച്ചു അനുഭവങ്ങൾ വരുമ്പോഴല്ലേ നമ്മളിതൊക്കെ പഠിക്കുന്നത് അല്ലേ? അല്ലാണ്ട് നമ്മളാരും ഇത് ക്ലാസ് കഴിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നമ്മളെല്ലാം പഠിച്ച് പാസ്സായ ശേഷമൊന്നുമല്ല നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ മാത്രം നമ്മൾ ശ്രമിച്ചാൽ മതി, അല്ലാണ്ട് അതിനെ നെഗറ്റീവായിട്ട് കാണാണ്ടിരുന്നാൽ മാത്രം മതി. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൽ ഒരു വിജയവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പം ദുഃഖം, ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിച്ചിരിക്കാൻ സാധിക്കും. ഈ കൊച്ചു ജീവിതം നരകമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. അപ്പം ഞാൻ നമ്മുടെ ചിന്താഗതികളൊന്ന് മാറ്റി പിടിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും. നന്ദി.